കേശു ചതിയ ഇറങ്ങി വേടാ ഇങ്ങോട്ട്. കേശു എന്താടാ കിടന്ന് വിളിക്കണോ? ഇതെന്താടാ ഇത്? നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല, നീ തുറന്നു നോക്ക നീ എന്തിനാണെന്ന് തുറന്നു നോക്കടാ നീ. നിനക്ക് അറിഞ്ഞൂടാ നിന്റെ ഭാഗ്യ കടവുള്. Oh my god, Appupan is back. Hi, Rox. Hi, ശിവാനി. ശിവാനി എന്നാൽ എന്റെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു. ഇവ അത് ചെയ്താലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ശിവാനി എന്നോട് അത് കാണിക്കണ്ടായിരുന്നു. ഒന്നും ചെയ്തില്ലേ? ഒന്നും എന്നോട് ചെയ്തില്ലേ? ഇവന്റെ കയ്യിൽ ആ പ്രതിമ കൊടുത്തു വിട്ടിട്ട് പറഞ്ഞില്ലേ കടക്ക് നല്ല ഐശ്വര്യം വരും ഷിബു റോക്സിന്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞ. എന്താ ഉണ്ടായെന്നാ? എടാ ഇവന്റെ കയ്യിൽ തന്നിട്ട് പറയല്ലേ ഈ പ്രതിമ കൊണ്ട് കടയെ വച്ചടി കയറ്റായിരിക്കുമെന്ന്. കൊണ്ടങ്ങ് കേറിയടാ. കേറി എന്താ കേറിയെന്നറിയാമോ? ഒരു ഓട്ടോറിക്ഷ എന്റെ കടയും പൊളിച്ച് അകത്തോട്ട് കേറി. എന്നിട്ടാ ഫ്രണ്ട് മൊത്തം തകർന്ന് ക്ലാസ് ഒക്കെ തുളിയായിപ്പോയി. മനസ്സിലായില്ല. അതെ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ നോക്കിയപ്പോഴേ കടയൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചിട്ടും ഈ പ്രതിമ മാത്രം എന്നെ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നു. സത്യം. എടാ ചതിയാ, സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിച്ചില്ലെങ്കിലും നശിപ്പിക്കാതിരുന്നൂടെ? ഞാൻ പോണ്. വണ്ടി എന്റെ വണ്ടി ഇതും കൊണ്ട് പറഞ്ഞ വഴിക്ക് ഒരു കാനേന് കിടക്കണ്. ഇത് ഞാനും ഇതും മാത്രം റോട്ടിൽ ഇങ്ങനെ നിക്കണ്. എന്താ സംഭവിക്കണെന്ന് മനസ്സിലാവണില്ല. ഇനി അത് പോയി നോക്കട്ടെ ഞാൻ. കൊള്ളാടാ ശിവു എന്റെ കട. അയ്യോ അറിയാൻ വേണ്ടി ചോദിക്കുക. ഇതാരാ? ഇവിടെ അപ്പൂപ്പന്റെ ആള് മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ? മരിച്ചു. ഇപ്പൊ ആത്മാവ് ഇതിനകത്തുണ്ട്. മരിച്ചു പോയിട്ടും ഒരു സമാധാനം തരുന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അത് തന്നെ വേണം കേട്ടാ. ചതിയ. ദുഷ്ട പാവ റോക്സിനെ നീ പറഞ്ഞ് കബളിപ്പിച്ചല്ലോടാ നീജ. അല്ലയാ ആ പാമ്പിടിച്ചന്റെ കട ഒന്ന് നന്നായി കൊടുത്തേക്കണേ. റോക്സിന്റെ നിന്റെ അപ്പൂപ്പന്റെ പരിപാടി അല്ലേ അത്? ഞാൻ എന്തിനാ നന്നാക്കി കൊടുക്കണേ? എന്നാ പിന്നെ അപ്പൂപ്പന്റെ അടുത്ത് തന്നെ പറഞ്ഞേക്ക്. അപ്പൂപ്പന്റെ അടുത്ത് പറഞ്ഞു. അപ്പൂപ്പനെ അവന്റെ റോക്സിന്റെ കൂടെ ഇറങ്ങി പോയ അപ്പൂപ്പൻ. അപ്പൂപ്പ പിന്നെ പോയി. ഉപ്പ കണ്ണ് കാണിക്കല്ലേ. പോയെങ്കി പോയെന്ന് പറ. ഉപ്പാ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എവിടെയെങ്കിലും പോട്ട്. ചിലപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ പേരിൽ പടവലത്തോട്ട് വല്ലതും പോയെങ്കിലേ. ബാക്കിയുള്ള ഒരു പകുതിയും പോയി.
മലയക്കുട്ടി അപ്പൂപ്പന്റെ പ്രതിമ കണ്ടായിരുന്നു. നോ റിയാക്ഷൻ. ഓക്കെ, മനസ്സിലാക്കാം. ഇങ്ങനൊക്കെ ഉണ്ടാവും. ഒന്ന് അടിച്ചു നോക്കണോ? അവിടെ മറ്റേ പ്രതിമ അവിടെ അവിടെ ഫ്ലവർ വേസിന് പോലെ എന്താ ഇരിക്കുന്നതെന്ന് നോക്ക്. നോക്കിയാ എന്റെ എന്തോന്ന് ഇരിക്കണെന്ന്. ദുഷ്ടാ, എന്തിനാ പ്രതിമ എടുത്ത് റൂമിൽ വെച്ചേക്കണത്? നിനക്ക് വയ്യേ? കൊള്ളാല്ലേ കേശു, നീയാണല്ലേ പ്രതിമ എടുത്ത് മാറ്റിയത്? എടാ നിനക്ക് എന്തിന്റെ കട ഈ പ്രതിമ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവെക്കേണ്ട കാര്യം? ഞാൻ ഇന്നലെ കൊണ്ടുവച്ചത്. പിന്നെ അതവിടെ ഇരുന്നതാ. അതായത് അതവിടെ ഇല്ലായിരുന്നു, പക്ഷെ അതവിടെ ഉണ്ടായി. ചുമ്മാ കളിക്കല്ലേ കേശുവേ. ഇത് വല്ല പ്രാങ്കോ അങ്ങനെ വല്ലതും ആണെങ്കിലും മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞോ. പ്രാങ്ക ചേച്ചി പോയിച്ചവിടുന്ന്. ഞാൻ എന്നോട് തന്നെ പ്രാങ്ക് എനിക്ക് എന്തിനും. ചേച്ചി, ആ റൂമിൽ ഞാൻ കേറി പോണ സമയത്ത് അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ഞാൻ അവിടെ പോയിട്ട് മാലാക കുട്ടിയോട് ചോദിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ വന്നിരിക്കുന്നത് മാലാക കുട്ടി. അത് വിട്, അങ്ങോട്ട് തിരിച്ചു തിരിയുമ്പോ അവിടെ ഇല്ലാത്ത സാധനം അവിടെ വന്നിരിക്കുന്നു. ആ പ്രതിമ അവിടെ വന്നിരിക്കുന്നു. നീ പറഞ്ഞ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇവാടേ അവിടെ തന്നെ ഉണ്ടെന്ന് നോക്കിയാ ചിലപ്പോ എങ്ങോട്ടെങ്കിലും പോയി കാണും. അവിടെ ഇരിപ്പുണ്ട്. എവിടെയും പോകണ്ടേ? എന്താ അവിടെ ഒരു ബഹളം കേട്ടെ? ഈ കേശു ഇല്ലേ, കേശു പ്രതിമ എടുത്തോണ്ട് റൂമിൽ കൊണ്ടുവച്ചേക്കണം. ഞാനല്ലെന്ന് ഞാൻ പറഞ്ഞ അമ്മായിയെ. ആഹാ, പ്രതിമ തിരിച്ചു വന്നോ? എന്റെ പൊന്നമ്മ, ആ പ്രതിമ അവിടെ കണ്ട്, പിന്നെ ഇവിടെ കണ്ട്, പിന്നെ കാണണില്ല, പിന്നെ ഇവിടെ കണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ശരിക്കും നാടുവാഴിയായിരുന്നു, അതാ വല്ല മാജിക്കാരനുമായിരുന്ന? ആടാ, ഇപ്പൊ ഇവിടെ കാണും, പിന്നെ അവിടെ കാണും, പിന്നെ കാണാതെ പോവും. ഞാൻ പറഞ്ഞപ്പോഴേ നിങ്ങൾക്കൊക്കെ തമാശയായിരുന്നല്ലോ. ഇനിയിപ്പം ഓരോരുത്തരെ ആയിട്ട് കാണാതെ പോവും. ആ, മനുഷ്യരെ ഓരോരുത്തരെ ആയിട്ട് കാണാതെ പോകുന്നു. ലച്ചു, അമ്മയെ വിളിച്ച് പറയൂ നമ്മൾ കുഴിപ്പളത്തേക്ക് വരുന്നുണ്ടെന്ന്. ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളെ കൂടെ ഉള്ളൂ. ഓഹോ, അപ്പൊ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞു. പ്രതിമയ്ക്ക് കുഴിപ്പളത്തോട്ട് വരാൻ വലിയ താമസമൊന്നും വേണ്ട. അതെന്താ അങ്ങനെ ഒരു വർത്താനം? അതെ 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 അതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന് ഇപ്പൊ എന്ത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും? ഒരു സൊല്യൂഷൻ പറ. ഇതിനൊരു പരിഹാരം ഇല്ല. പരിഹാരമില്ല? ഓഹോ, അപ്പൊ നമ്മളെല്ലാരും കാണാതെ പോട്ടെന്നല്ലേ? എന്റെ പൊന്നമ്മ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയണം. പറ, ഇനി പടവലത്ത് ഇതേപോലത്തെ വല്ല ദിവാനോ നാട്ടുരാജാവോ വല്ല ഇരിപ്പുണ്ടോ? പണ്ടത്തെ കുറെ ഉരുളിയും കിണ്ടിയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതിനകത്ത് വല്ലതും കാണും. അതുകൊണ്ടാ ചോദിച്ചേ. ഓഹോ, അപ്പൊ നീ ഉരുളിയും വിളക്കും ഒക്കെ നോക്കി വെച്ചില്ലയോ? നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു സാധനം എടുത്തോണ്ട് ഇങ്ങോട്ട് വരാൻ. ഇല്ല, അത് വിട്. പരിഹാരം ഉണ്ടോ ഇല്ലയോ പറ. ഒരു കാര്യം ചെയ്, എല്ലാരും കുളിച്ച് നല്ല വസ്ത്രമൊക്കെ എടുത്തോണ്ട് വാ. ബാക്കി ഞാൻ അന്നേരം പറയാം.